പത്മനാഭപുരത്ത് നിന്ന് ഇറങ്ങി കേട്ടോ. പത്മനാഭപുരത്ത് നിന്ന് അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ പോകുന്നത് ആരൽവായ്മൊഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ആരൽവായ്മൊഴി അപ്പം അതൊരു ഭയങ്കര ഒരു ഗ്രാമപ്രദേശമാണ്. കൂടാതെ തന്നെ കുറേ വിൻമില്ലുകളൊക്കെ ഉള്ളൊരു ഭംഗിയുള്ള സ്ഥലമാണ്. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. അങ്ങനെയാണ് ഇവിടെ വന്നത്. പിന്നെ ഒരു കുന്നിന് മേളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ മേളിലൊരു ചെറിയൊരു കോവിലുണ്ട്. അതൊക്കെ നല്ല രസമാണത്. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ആരൽവായ്മൊഴിക്ക് പോകാൻ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. ഇപ്പം 3:45 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തും അവിടെ. അപ്പം ഇന്ന് വേറെ പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ആരൽവായ്മൊഴിയിൽ സ്റ്റേ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം റൂമൊക്കെ കിട്ടുമെന്നറിയില്ല. ഒരു ഗ്രാമപ്രദേശമാണ്. അതിപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ചെറിയ കർണാടക മാതിരി ഒരു സ്ഥലം പോലെയുണ്ട്. കർണാടകയിലെ ഒരു ഭൂപ്രകൃതി ഇങ്ങനെയല്ല. കന്യാകുമാരി ജില്ലയിലെ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം താലൂക്കുകൾ ഉൾപ്പെടുന്ന നാഞ്ചിനാട് പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. കേരളത്തിൽ നിന്നും അടർന്നുപോയ പഴയ നാഞ്ചിനാടിനെ തമിഴ്നാടിൻ്റെ തിരുനെൽവേലിയുമായി വേർതിരിക്കുന്ന സഹ്യപർവ്വതത്തിൻ്റെ അവസാന മുനമ്പാണ് ആരൽവായ്മൊഴി. മിത്തുകളും ഐതിഹ്യങ്ങളും ഉറങ്ങിക്കിടക്കുന്ന നാഞ്ചിനാട്ടിലൂടെ ആരൽവായ്മൊഴിയിലേക്കൊരു യാത്ര. പാർവതീപുരം എത്തുന്നതിന് മുൻപേ ദൂരെ വലിയ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ വേളിമലയുടെ സുന്ദര ദൃശ്യം പ്രത്യക്ഷമാകും. നാഗർകോവിൽ പിന്നിടുമ്പോഴേക്കും വേളിമല അപ്രത്യക്ഷമായി കിഴക്ക് ആരൽവായ്മൊഴി മലനിരകൾ പ്രത്യക്ഷമാകും. നാഞ്ചിനാട് കേരളത്തിൻ്റെ ഭാഗമായിരുന്നുവെങ്കിലും കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ തുടർച്ചയൊന്നും നാഞ്ചിനാട്ടിൽ ലഭിക്കാറില്ല. നെടുമങ്ങാട് മുതൽ ഭൂതപ്പാടി വരെ നീണ്ടുകിടക്കുന്ന മലമടക്കുകളിലെ കാടുകൾ വെളുപ്പിക്കപ്പെട്ടതാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമെന്ന് പ്രകൃതി നിരീക്ഷകർ പറയുന്നു. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മഴയ്ക്ക് പകരം ഇവിടെ ക്ഷോഭത്തോടെ വീശിയടിക്കുന്ന കാറ്റാണ് പ്രത്യേകത. ആ കാറ്റിൻ്റെ വേഗത്തെ കാറ്റാടികൾ ഉപയോഗിച്ച് വൈദ്യുതിയാക്കിയാണ് വൻകിട കമ്പനികൾ. നാഗർകോവിൽ പിന്നിട്ട് കഴിഞ്ഞാൽ ആരൽവായ്മൊഴി മലയുടെ താഴ്വാരം വരെയുള്ള കുന്നിൻ ചെരുവുകളിൽ നിറയെ കാറ്റാടിപ്പാടങ്ങളാണ്. നാഗർകോവിലിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് ആരൽവായ്മൊഴിയിലെത്താം. നീണ്ടു നിവർന്നു കിടക്കുന്ന പാതയ്ക്ക് സമാന്തരമായി തലയുയർത്തി നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേയറ്റത്തുള്ള വിടവാണ് ആരൽവായ്മൊഴി മലനിരകൾ. ആരൽവായ്മൊഴി എന്ന ചെറിയ ഗ്രാമത്തിലെത്തുമ്പോൾ മലനിരകൾ നേർത്ത് ചുരം പാതയാകുന്നു. നാഗർകോവിലിൽ നിന്ന് മധുരയിലേക്കും ചെന്നൈയിലേക്കുമുള്ള പ്രധാന ഹൈവേ കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. 3000-ലധികം വിൻമില്ലുകൾ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ കാറ്റാടിപ്പാടം തന്നെയാണ് ആരൽവായ്മൊഴിയിലെ പ്രധാന ആകർഷണം. നമ്മളെ ആരൽവായ്മൊഴിയിലെ ഒരു മുരുകൻ കോവിൽ അന്വേഷിച്ച് വന്നാട്ടാ. വന്ന് തോവാള എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേ. തോവാള. അപ്പോൾ അത് ഈ ബാക്കിൽ അറ്റത്തൊരു കോവിലുണ്ട്. അത് അതിൻ്റെ അടുത്ത് വരെ വണ്ടി പോകുന്ന പറഞ്ഞേ. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഒരു കോവിലുണ്ട്, അത് കാണിച്ചത്. കൊടി പറക്കുന്നുണ്ടോ? അവിടെയും ഒരു കോവിലുണ്ട്.
അത് രണ്ടുമാണ് ഇവർക്ക് അറിയാവുന്ന കോവില്. പക്ഷെ ഞാൻ വീഡിയോ കണ്ടത് ഇത് രണ്ടും അല്ല കേട്ടോ. ഇതുപോലെ ഒരു ലേക്കിൽ ഇങ്ങനെ നിറച്ച് താമര വരിഞ്ഞേക്കുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു, ആറൽ വായ്മൊഴി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിൽ ഡ്രോൺ വീഡിയോയിൽ ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വിൻമില്ലുകളൊക്കെ കണ്ടായിരുന്നു. ഇതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിലിങ്ങനെ നിറച്ച് താമര വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. റെഡ് സാൻഡ് ഡെസേർട്ടിൽ പിന്നെ വേറെ ഡേഞ്ചർ ഞങ്ങള് ആനൽ വായ്മൊഴി പോയി 1-2 ഡ്രോൺ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ വേറെ ഒന്നും കാണാനില്ല. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. എങ്ങനെ പോകാനായിരുന്നു ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് അവസാനം ഞങ്ങൾ തീരുമാനം എടുത്തു കന്യാകുമാരിക്ക് പോകാൻ തീരുമാനം എടുത്തു. അപ്പം കന്യാകുമാരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 25 കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ, ഏകദേശം ഒരു 40 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ. അപ്പം വിട്ടടിച്ച് പോവാണ്. അവിടെ പോയിട്ട് നമുക്ക് മറ്റേ ഇത് കാണാൻ പറ്റുമോ നോക്കാം, അസ്തമയം സൺസെറ്റ് കാണാൻ പറ്റുമോ. സാധ്യത കുറവാണ്, അത് ഞാൻ അങ്ങോട്ട് പോവാണ്. ഞങ്ങള് കന്യാകുമാരിക്ക് പോകാനായിട്ട് മാപ്പ് ഇട്ടപ്പോൾ ഒരു ചെറിയ വഴി ഡൈവേർട്ട് ചെയ്ത് ഡീവിയേഷൻ വന്നു. ഞങ്ങൾക്ക് മനസ്സിലായി അത് ഒരു ചെറിയ റോഡായിരിക്കും എന്ന് മനസ്സിലായി. മെയിൻ റോഡല്ലാന്ന് മനസ്സിലായി, എന്നാലും ഞങ്ങൾ അതിലെടുത്തു. ഇതാണ് റോഡ് കേട്ടാ, ചെറിയ റോഡാണ്. പാടും ഒരു സൈഡിൽ പാടും ഒരു സൈഡിൽ ലേക്കൊക്കെ ആയിട്ട് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുള്ളൂ. ചെറിയ റോഡ്, എന്തായാലും ചെറിയ റോഡാന്ന് അറിഞ്ഞിട്ട് തന്നെ എടുത്തേ. ഈ വഴി കൂടെ ഒന്ന് പോയി നോക്കാം. പണ്ട് ചേട്ടാ നമ്മൾ മറ്റേ അലബിഡൂന്ന് പറഞ്ഞ വഴിക്ക് മറ്റേ റെയിൽവേ ക്രോസിൽ കൊണ്ട് പോയി കന്യാകുമാരിയിലെ സൂര്യാസ്തമയം കാണാൻ പറ്റുമോ? പാടത്തെ സൂര്യാസ്തമയം കാണാം അല്ലേ? വഴി നോക്കിയത് ഇത് നോക്കിയാടാ, എന്താണ് എല്ലായിടത്തും ഉണ്ട് ഇതേമാതിരി കുറ്റി. നമ്മൾ ഈ നാഗർകോവിൽ ഭാഗത്ത് വന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ട കാര്യങ്ങളൊന്ന് ഈ താമരപ്പാടങ്ങളാണ് കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞ വഴി കന്യാകുമാരിയിലേക്ക് ഈ ഉൾവഴി കൂടെ പോണ വഴിക്ക് ഒരു താമരപ്പാടത്ത് കുറെ ചേട്ടന്മാര് താമര പറിക്കുന്നതും ശേഖരിക്കുന്നതൊക്കെ കണ്ടു. അപ്പൊ അതെന്താണ്, എന്തിനു വേണ്ടിയാന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് വണ്ടി ഒന്ന് ഒതുക്കിയതാണ് കേട്ടോ. ഇത് കോവിലേക്കാ, താമരപ്പൂ കോവിലേക്കാ. இந்த இலை என்ன பண்ணும், இந்த லீவ் இலை என்ன பண்ணும்? എന്തിനു വേണ്ടിയ കോവിലാണ്? ഇല അത് എന്നത്തേക്കാ? പാർസൽ പണത്. പാഴ്സൽ പണ ഭക്ഷണം ഫുഡ് കോവിലേ. മലയാളം. ഓക്കെ. നമ്മളിവിടെ വന്നപ്പോഴേ കുറേ ചേട്ടന്മാരിങ്ങനെ മാല മാരേജ് ഇത് കൃഷി പണതാ. താമരമുട്ട് 2 രൂപ. മുട്ട് ഒരു മുട്ട് 2 രൂപ, ഒരു ഇല 1 രൂപ. അങ്ങനെയാണ് ഇവർ സെയിൽ ചെയ്യണത്. ഇത് ഭക്ഷണം പൊതിയാനല്ലോ. ഈ പൂവ് പൊതിഞ്ഞ പൂക്കടയില് പൂവ് പൊതിയാൻ ഭക്ഷണം കഴിക്കാനും എടുക്കും. പൂ പൊതിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രഷ് ആയിട്ടിരിക്കും അല്ലേ? ഇതൊരു വലിയ ഇലയെന്ന്. ഇവിടെ ഈ വഴിക്ക് വന്നേ കംപ്ലീറ്റ് ഇതാട്ടാ, കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ താമര കൃഷി ചെയ്യണ്ടേ. ഇതെല്ലാം എല്ലാ ദിവസവും കട്ട് പണുമോ? എവ്വളോ മുട്ട് ഒരു ദിവസം സെയിൽ പണം? 6,000 6,000. നിങ്ങൾക്ക് സാലറിയാ അത് നിങ്ങൾ കോൺട്രാക്ട് എടുത്തേ? എന്താ ആ ചേട്ടൻ വർക്ക്
ഒരു ദിവസം നിങ്ങൾക്ക്? ഓ 1300 രൂപ. ആഹാ, നമ്മളൊരു പൂ പറിച്ചരാൻ പറഞ്ഞപ്പോൾ അണ്ണൻ പോണതാട്ടോ. പൂ പറിക്ക, പൂ. ആ ഇല്ല ഇല്ല, വേണ്ട, വണ്ടിയിൽ വെക്കാനാ. ഓ ഓ പറിച്ചു തന്നാട്ടോ വണ്ടിയിൽ വെക്കാൻ. വിരിഞ്ഞത് അടിപൊളി. ചേട്ടൻ്റെ പേരുന്ന്? സർവണ. വീട് യൂട്യൂബിൽ വരും കേട്ടോ, യൂട്യൂബ് ചാനൽ. ആ ചേട്ടൻ എടുത്തു തന്നേട്ടാ നമുക്ക് താമര. അപ്പൊ നന്നായിട്ട് വിരിഞ്ഞൊക്കെ കൊഴിയുന്നുണ്ടേ, പകുതി വിരിഞ്ഞൊക്കെ തന്നെ. ഇതല്ല അവരെടുക്കണേ, ശരിക്കും കൂമ്പിയ മുട്ടാണ് അവർ ഉപയോഗിക്കുന്നത്, ഒട്ടും വിരിയാത്തത്. ഇത് മെയിനായിട്ട് കല്യാണ ഫംഗ്ഷനാണ് പോണേ. പിന്നെ ക്ഷേത്രങ്ങളിലേക്ക് പോകും. ആവറേജ് ഒരു ദിവസം 6000 മുട്ടാണ് പോകുന്നത്. ഒരു മുട്ടിന് 2 രൂപയാണ് ഒരു ചാർജാണ്. പിന്നെ ഇല വേണം, അതായത് ഇതിൻ്റെ താമരയുടെ ഇലയ്ക്ക് നല്ല കൂളിങ്. അപ്പോൾ ഈ ഇല ചാക്കിൽ അടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മുട്ട് വെച്ചിട്ടാണ് ഇവർ അയക്കണേ. അപ്പോൾ നാളെ ഇന്ന് അയച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ കിട്ടും. മെയിനായിട്ട് കോയമ്പത്തൂർക്കാണ്. അപ്പോൾ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഒരു ഇലയ്ക്ക് 1 രൂപ, ഒരു മുട്ടിന് 2 രൂപ, അങ്ങനെയാണ് ഇവർ ചാർജ് ചെയ്യണേ. നമ്മളിപ്പോൾ എവിടെയാണ്? കന്യാകുമാരിയിലാണ്. അവസാനം നമ്മൾ കന്യാകുമാരിയിൽ എത്തിയിട്ടാണ്. പ്രതീക്ഷയില്ല കന്യാകുമാരിയിലേക്ക് വരണം എന്നുള്ള രീതിയിലല്ല വന്നത്. പക്ഷേ വണ്ടി ഓടിച്ച് പല കാരണങ്ങളാൽ ഞങ്ങൾ കന്യാകുമാരിയിലും എത്തി. പക്ഷേ ലേറ്റായി, നമുക്ക് ഒന്നും കാണാനൊന്നും പറ്റിയില്ല. ഉദയം കാണാൻ പറ്റിയില്ല. അപ്പോൾ മറ്റേ സൺസെറ്റ് പോയിന്റിന്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. ഉദയം കാണാം എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മടങ്ങാൻ പോകുന്നു. എനിക്കാണെങ്കിൽ കാണാം അല്ലേ? കന്യാകുമാരിയിലേ മറ്റേ സൺസെറ്റ് പോയിന്റിന്റെ അവിടെയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗത്തിലേക്ക് ഉണ്ടാവും. അവിടെ ഇങ്ങനെ നല്ല പഞ്ചാര മണൽ വരി ഇങ്ങനെ മണലുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അവിടെ നോക്കിയപ്പോഴേ അവിടെ ഒരു ശിവലിംഗം, ഒരു നന്ദി ഇരിക്കണുണ്ടോ കണ്ടോ? ശിവലിംഗവും നന്ദിയും നല്ല രസമുണ്ടല്ലേ കാണാൻ. കണ്ടോ ശിവലിംഗവും നന്ദിയും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ആ ഒരു പഞ്ചാര മണലും വെള്ളവും ഒക്കെ കൂടിയായിട്ട്. പോയാലോ? പോവാ.